ബാബ രാംദേവും പതഞ്ജലി ഗ്രൂപ്പ് എം ഡി ആചാര്യ ബാലകൃഷ്ണയും നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീം കോടതി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാത്തതിലാണ് കോടതി നടപടി. PR അരവിന്ദ് വിവരങ്ങൾ വായിച്ചിരുന്നു. അരവിന്ദ്, എന്താണ് ഉണ്ടായത് കോടതിയിൽ? കേസിലാണ് പതഞ്ജലി ഗ്രൂപ്പ് MD ആചാര്യ ബാലകൃഷ്ണനും ബാബ രാംദേവിനും ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നേരത്തെ കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നത്. പ്രധാനമായും ഇംഗ്ലീഷ് മരുന്നുകളും പ്രതിരോധ കുത്തിവയ്പ്പുകളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യം നൽകിയതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ബാബ രാംദേവിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിർത്തലാക്കണം, അല്ലെങ്കിൽ കോടതി ഉത്തരവ് വരുന്നതുവരെ താൽക്കാലികമായി തടയണം എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ നിർദ്ദേശം ഉൾപ്പെടെ പാലിക്കാതെ ബാബ രാംദേവിന്റെ കമ്പനിയായ പതഞ്ജലി മുന്നോട്ട് പോകുകയായിരുന്നു. തുടർന്ന് കോടതി ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചെങ്കിലും അതിൽ മറുപടി നൽകാൻ കമ്പനി തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ MDയെയും അതുപോലെ തന്നെ ബാബ രാംദേവിനോടും നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി.